മുൻ പ്രതിപക്ഷ നേതാവും KPCC പ്രചരണ സമിതി അധ്യക്ഷനുമായ ചെന്നിത്തലയെ യോഗത്തിൽ സംസാരിക്കാൻ അനുവദിച്ചില്ല. തന്നെ അവഹേളിച്ചത് VD സതീശനെന്ന് ചെന്നിത്തല പറയുകയും ചെയ്തു. വിവരങ്ങളുമായി ശ്രീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, ചെന്നിത്തല വലിയ അതൃപ്തിയിൽ തന്നെയാണ്. ഇന്നലെ നടന്ന KPCC യോഗത്തിൽ അദ്ദേഹത്തെ VD സതീശന്റെ വസതിയിൽ നടന്ന യോഗത്തിൽ അദ്ദേഹത്തെ വലിയ രീതിയിൽ അവഹേളിച്ചു എന്ന് മനസ്സിലാക്കുകയാണ്. അദ്ദേഹത്തെ സംസാരിക്കുന്നതിൽ നിന്ന് തഴഞ്ഞ ഒരു സാഹചര്യം. ഇപ്പോൾ തന്നെ നേതൃത്വത്തിനൊക്കെ അദ്ദേഹം മുതിർന്ന നേതാക്കളോടൊക്കെ അതൃപ്തി പ്രകടമാക്കിയ ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. എന്താണ് സംഭവിച്ചത്? തീർച്ചയായും ജന, ഏതായാലും നമുക്കറിയാം UDFന്റെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള UDFന്റെ ആദ്യ യോഗമായിരുന്നു ഇന്നലെ ചേർന്നിട്ടുണ്ടായിരുന്നത്. അത് പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലായിരുന്നു ചേർന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ചേർന്ന ഈ ഒരു യോഗത്തിൽ പ്രധാനമായും രമേശ് ചെന്നിത്തലയ്ക്ക്, മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തലയ്ക്ക് നേരിടേണ്ടി വന്ന ഒരു അവഹേളനം എന്ന് പറയുന്നത് അവിടെ ഏറ്റവും ചെറിയ ഘടകകക്ഷിയുടെ നേതാവ് ഉൾപ്പെടെ സംസാരിച്ചു. പക്ഷേ ഈ ഒരു യോഗത്തിൽ സംസാരിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കാത്തത് തന്നെയാണ് അദ്ദേഹത്തിനോടുള്ള ഒരു വലിയൊരു അവഹേളനം ആയി എടുത്തു പറയേണ്ടത്. ഇതിനു പിന്നിൽ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടുകളാണ് ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് എത്തിയത് എന്നുള്ളത് തന്നെയാണ് രമേശ് ചെന്നിത്തലയും പറയുന്നത്. ഇതിൽ കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരൻ കൂടിയായിരുന്നു രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. ആ രമേശ് ചെന്നിത്തലയ്ക്കാണ് ഇന്നലത്തെ ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തിട്ട് പോലും സംസാരിക്കാൻ കഴിയാതെ വന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിന്റെ ക്രെഡിറ്റ് അത് പൂർണ്ണമായും തന്റെ പക്ഷത്തേക്ക്, തന്നിലേക്ക് എത്തുക എന്നുള്ളതാണ് VD സതീശൻ ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ആ രീതിയിലാണ് ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യമാണ് ചെന്നിത്തല പറയുന്നത്. അതിനൊപ്പം തന്നെ ഇതിൽ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫുൾ ക്രെഡിറ്റ് എടുക്കുക, അതിനൊപ്പം തന്നെ മറ്റു പ്രവർത്തകർ സംയുക്തമായി നടത്തിയ പ്രവർത്തനം അത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഒരാളിലേക്ക് മാത്രം ക്രെഡിറ്റ് കൊണ്ടുപോകുന്നത് അത് ശരിയല്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് രമേശ് ചെന്നിത്തലയ്ക്കുള്ളത്. പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തലയുടെ അവകാശവാദം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംയുക്തമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയത്. അതിപ്പോൾ KPCC അധ്യക്ഷനും രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവും MM ഹസനും എല്ലാവരും ചേർന്നുള്ള ഒരു സംയുക്തമായ പ്രവർത്തനമാണ് പ്രധാനമായും നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ രീതിയിലുള്ള ഒരു വിജയം ആവർത്തിക്കാൻ സാധിച്ചത് എന്നുള്ളൊരു നിലപാടാണ്. പക്ഷേ അത്തരത്തിലൊരു നിലപാടല്ല പ്രതിപക്ഷ നേതാവിന് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തനിക്ക് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നേരിടേണ്ടി വന്നത്, അവഹേളനം നേരിടേണ്ടി വന്നത് എന്നുള്ളൊരു നിലപാടാണ് രമേശ് ചെന്നിത്തലയ്ക്കുള്ളത്. ഏതായാലും അദ്ദേഹം അതിന്റെ ഒരു അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. കാരണം കഴിഞ്ഞ ദിവസം രാത്രി ഈ UDF യോഗം കഴിഞ്ഞതിനു ശേഷം പ്രതിപക്ഷ നേതാവിന്റെ വിരുന്ന് സൽക്കാരം ഉണ്ടായിരുന്നു. ആ വിരുന്ന് സൽക്കാരത്തിൽ ചെന്നിത്തല പങ്കെടുത്തിരുന്നില്ല. പങ്കെടുക്കാതെ യോഗം പൂർത്തിയാകുന്ന മുറയ്ക്ക് അവിടെ നിന്നും പോവുകയായിരുന്നു. അതിൽ പങ്കെടുക്കാതെ അതിലുള്ള തന്റെ ഒരു അതൃപ്തി അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഏതായാലും അദ്ദേഹം അവകാശപ്പെടുന്നത് മാണി സി കാപ്പൻ ഉൾപ്പെടെയുള്ളവർക്ക് സംസാരിക്കാൻ അവസരം നൽകി, പക്ഷെ തനിക്ക് സംസാരിക്കാൻ അവസരം നൽകിയില്ല എന്നുള്ളൊരു നിലപാടാണ് രമേശ് ചെന്നിത്തലയ്ക്കുള്ളത്. ഒപ്പം തന്നെ ഇതിൽ മറ്റൊരു പ്രതിസന്ധി നിലനിൽക്കുന്നത് മുരളീധരനുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. മുരളീധരനെ അനുനയിപ്പിക്കാൻ ഇതുവരെയായി സാധിച്ചിട്ടില്ല. അതിലൊരു മുൻകൈ എടുക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നില്ല എന്നൊരു വിമർശനവും കോൺഗ്രസിനുള്ളിൽ ഇതിനകം തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ രമേശ് ചെന്നിത്തല കൂടി ഈ രീതിയിൽ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ കോൺഗ്രസിന് കൂടുതൽ പ്രതിസന്ധിയാകും എന്നുള്ളതിൽ സംശയമില്ല. ഏതായാലും രമേശ് ചെന്നിത്തലയ്ക്ക് ഈ രീതിയിൽ സംസാരിക്കാൻ അവസരം നൽകാത്തതിൽ പല ഘടകകക്ഷി നേതാക്കൾക്കും അതൃപ്തിയുണ്ട് എന്നുകൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്ന വാർത്തകൾ. അഞ്ജന, എന്തായാലും UDF യോഗത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ അവഹേളനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഘടകകക്ഷി നേതാക്കൾ അടക്കം സംസാരിച്ച ഒരു യോഗത്തിൽ രമേശ് ചെന്നിത്തലയെ പോലെ കോൺഗ്രസിന്റെ മുതിർന്നൊരു നേതാവിന് സംസാരിക്കാൻ പോലും അവസരം നൽകിയില്ല എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വരും എന്നത് തീർച്ചയാണ്. ഇപ്പോൾ തന്നെ അതൃപ്തി പുകഞ്ഞു തുടങ്ങിയ ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട്.